ഞാൻ അത് തുടങ്ങിയിട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ അഥവാ എൻ്റെ പരീക്ഷയിൽ വിജയിച്ചില്ലെങ്കിലോ, ഞാൻ ശ്രമിച്ചിട്ട് അത് നടന്നില്ലെങ്കിലോ, എത്ര വർഷമാണ് എനിക്ക് നഷ്ടപ്പെടുക, എത്ര എനർജിയാണ് എനിക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരുണ്ട് പലരും. ആ പേടിയിൽ പലതും ചെയ്യാതിരിക്കുന്നവരുണ്ട്. ബിസിനസ് ആണെങ്കിലും ശരി, ജോലിയാണെങ്കിലും ശരി, പരാജയപ്പെടുമോ എന്ന് പേടിച്ചിട്ട് ശ്രമിക്കാതെ മാറി നിൽക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ: പരാജയപ്പെടുമെന്ന് പേടിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് പറയുന്ന ബുർജ് ഖലീഫ ഉണ്ടാവില്ലേ? കാരണം അത്രയും ഹൈറ്റുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മണ്ണല്ല ബുർജ് ഖലീഫ നിൽക്കുന്ന സ്ഥലത്തുള്ളത്. കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണ്. പക്ഷെ ആ സോഫ്റ്റ് മണ്ണിലും അത്രയും ഉയരമുള്ള ഒരു കെട്ടിടം പണിതിട്ടുണ്ടെങ്കിൽ പരാജയപ്പെടുമെന്ന് പേടിച്ച് മാറി നിൽക്കാതെ നിങ്ങൾ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാക്കുക. എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പർപ്പസ് തീരുമാനിക്കുക. നിങ്ങൾ ചെയ്താൽ ശരിയാകുമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക. ചെയ്തു തുടങ്ങുക. ചെയ്തു തുടങ്ങി ഒരു ഘട്ടം കഴിയുമ്പോൾ മനസ്സിലാകും, പേടിയെന്ന് പറയുന്നത് ഉള്ളിലെ ചെറിയൊരു സാധനം മാത്രമാണ്. അതിനെ കീഴടക്കിയില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ എത്തുമായിരുന്നില്ല. സോ ഓരോ സംരംഭങ്ങളും പേടി കീഴടക്കിയവൻ്റെ കഥകൾ പറയുന്നതാണ്. പേടിയെ കീഴടക്കാത്തവൻ ഇന്ന് വരെ ഒരു കഥയും ഉണ്ടാക്കിയിട്ടില്ല. കഥ എഴുതുന്നവന് കഥ പറയാനുള്ള സബ്ജക്റ്റും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്.